ഹലോ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ ലെറ്റർ മാത്ത് അഥവാ അക്ഷരക്കണക്ക് എന്നതാണ്. ഈ ചിത്രം നോക്കൂ. ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്, ചതുർഭുജം, അതായത് 4 വശങ്ങളുള്ളൊരു രൂപം. ഇതിൻ്റെ ഒരു കോർണറിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലേക്ക്, ഒരു മൂലയിൽ നിന്ന് അതിൻ്റെ എതിർ മൂലയിലേക്ക് ഒരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു ലൈൻ വരച്ചപ്പോൾ നമുക്ക് എത്ര ട്രയാങ്കിൾസ് കിട്ടി? അതിനകത്ത് 2 ട്രയാങ്കിൾസ് അല്ലേ. അപ്പോൾ ഈ ഒരു ഫിഗറിന് എത്ര സൈഡുകളാണ് ഉണ്ടായിരുന്നത്? 4 വശങ്ങൾ അല്ലേ. 4 സൈഡുകൾ, 4 വശങ്ങൾ. അപ്പോൾ അതിനകത്ത് നമ്മൾ വരച്ചത് എത്ര വരെയാണ്? ഒരു ലൈനാണ് നമ്മൾ വരച്ചത്. ഒരു ലൈൻ വരച്ചു. അപ്പോൾ നമുക്ക് എത്ര ട്രയാങ്കിൾസ് കിട്ടി? 2 ട്രയാങ്കിൾസ് കിട്ടി അല്ലേ. 2 ത്രികോണങ്ങൾ കിട്ടി. ഇനി നമുക്ക് മറ്റൊരു ചിത്രം നോക്കാം. നോക്കൂ, ഇതൊരു പഞ്ചഭുജമാണ് അല്ലേ. ഒരു പെൻറ്റഗൺ, അതായത് 5 വശങ്ങളുണ്ട്. 2, 3, 4, 5. ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറുകളിലേക്ക് നമുക്ക് ലൈനുകൾ വരയ്ക്കാം. ഇവിടെ ഇതിന് 2 ഓപ്പോസിറ്റ് കോർണറുകളുണ്ടല്ലേ. ഇവിടെയും ഒരു കോർണറാണ്. വരയ്ക്കുമ്പോൾ എത്ര ട്രയാങ്കിൾസാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയത്? 1, 2, 3. 3 ട്രയാങ്കിൾസ് കിട്ടി. അതായത് ഇത് 5 വശങ്ങളുള്ളൊരു രൂപമായിരുന്നു. 5 സൈഡ്സാണ്. നമ്മളകത്ത് എത്ര ലൈൻ വരച്ചു? 2 ലൈനുകൾ വരച്ചു. അപ്പോൾ നമുക്ക് എത്ര ട്രയാങ്കിൾസ് കിട്ടി? 3 ട്രയാങ്കിൾസ് കിട്ടി. 3 ത്രികോണങ്ങൾ കിട്ടി. ഇനി ഒരു ചിത്രം കൂടി നമുക്ക് നോക്കാം. അടുത്ത ചിത്രം നോക്കൂ. അതിൽ എത്ര സൈഡാണ്? 1, 2, 3, 4, 5, 6. 6 സൈഡുള്ളൊരു രൂപം. ഏതെങ്കിലും ഒരു കോർണർ സെലക്ട് ചെയ്യുക. ഞാൻ ഈ കോർണർ സെലക്ട് ചെയ്തു. ആ മൂലയിൽ നിന്ന് ബാക്കി ഓപ്പോസിറ്റ് കോർണറുകളിലേക്ക് ലൈനുകൾ വരയ്ക്കുകയാണ്. അപ്പോൾ എത്ര ലൈനുകൾ വരച്ചു നമ്മൾ? 3 ലൈനുകൾ വരച്ചു അല്ലേ. 3 ലൈനുകൾ വരച്ചു. നമുക്ക് അകത്ത് എത്ര ത്രികോണങ്ങൾ കിട്ടി? 4 ത്രികോണങ്ങൾ കിട്ടി. അപ്പോൾ ഇതിന് വശങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 6 ആയിരുന്നു. നമ്മൾ അകത്ത് വരച്ച ലൈനുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. നമുക്ക് കിട്ടിയ ട്രയാങ്കിളിൻ്റെ എണ്ണം എത്രയാണ്? 4 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഇനി നമുക്ക് എത്ര വശങ്ങളുള്ളൊരു രൂപം വരച്ചാലും അതിനകത്ത് എത്ര ലൈൻ ഉണ്ടെന്നും അതിന് എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നും നമുക്ക് വരയ്ക്കാതെ തന്നെ പറയാൻ പറ്റുമല്ലോ. നോക്കൂ, ഇവിടെ 4 സൈഡ് ഉണ്ടായിരുന്നപ്പോൾ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റി. 2 ത്രികോണങ്ങൾ. 5 സൈഡായപ്പോഴോ 2 ലൈനും 3 ട്രയാങ്കിളും. 6 സൈഡുള്ളപ്പോഴോ 3 ലൈനും 4 ട്രയാങ്കിളും അല്ലേ. അതായത് ഈ 4-ൽ നിന്ന് 3 കുറയ്ക്കുന്നതാണ് 1 അല്ലേ. ഇവിടുത്തെ 4 വശങ്ങളാണെങ്കിൽ ആ വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 3 കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ലൈൻ കിട്ടി അല്ലേ. അല്ലെങ്കിൽ ഇവിടെ ഒരു ലൈനാണ് വരയ്ക്കുന്നതെങ്കിൽ ആ ഒരു ലൈനിൻ്റെ കൂടെ ആ ഒന്നിനോടൊപ്പം 1 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 ട്രയാങ്കിൾ എന്ന് കിട്ടിയില്ലേ. ഇവിടെ നോക്കൂ, അതുപോലെയല്ലേ ഇവിടെയും. ഇവിടെ 4, ഇവിടെ അടുത്ത് എത്രയാണ്? 5. ഈ 5-ൽ നിന്ന് 3 മൈനസ് ചെയ്യുന്നതല്ലേ 2. ഓക്കെ. അപ്പോൾ എത്ര വശങ്ങളാണ് തന്നിരുന്നാൽ, എത്ര സൈഡുകളാണെന്ന് തന്നിരുന്നാൽ നമുക്ക് ലൈനുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ അതിന് എന്ത് മൈനസ് ചെയ്താൽ മതി? 3 മൈനസ് ചെയ്താൽ മതി. ലൈനുകളുടെ എണ്ണം അറിയാമെങ്കിൽ എത്ര ട്രയാങ്കിൾ കിട്ടുമെന്ന് അറിയാൻ എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്താൽ പോരെ. 2 + 1 അല്ലേ 3. അടുത്ത നോക്കൂ, 6 ആണെങ്കിൽ എത്ര ലൈനുകൾ വരയ്ക്കാം? 6-ൽ നിന്ന് നമ്മൾ 3 മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ 3 ലൈനെന്ന് കിട്ടും. ഈ 3 ലൈനാണെങ്കിൽ എത്ര ട്രയാങ്കിൾ കിട്ടുമെന്ന് നമുക്കറിയാം. 3നോടൊപ്പം 1 ആഡ് ചെയ്ത് നമുക്ക് എന്താ എഴുതാൻ പറ്റും? 4 ട്രയാങ്കിൾ എന്ന് എഴുതാൻ പറ്റും അല്ലേ. ടെക്സ്റ്റിലൊരു ടേബിൾ കിടപ്പുണ്ട്, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതായിരുന്നു ആ ടേബിൾ. 4 സൈഡായിരുന്നപ്പോൾ ലൈൻ എത്ര കിട്ടി? ഒരു ലൈൻ വരയ്ക്കാൻ പറ്റി. നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. 4-ൽ നിന്ന് 3 കുറച്ചാണ് 1 കിട്ടിയത് അല്ലേ. അപ്പോൾ 5 സൈഡാണെങ്കിൽ എന്ത് ചെയ്യും? 5-ൽ നിന്ന് 3 കുറച്ച് നോക്കൂ. 5-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? 2. 2 ലൈനുകളാണെങ്കിൽ 1 കൂട്ടി നമുക്ക് എത്ര കിട്ടും? 3 ട്രയാങ്കിൾ കിട്ടും. ഇനി 6 സൈഡാണെങ്കിലോ 6-ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ ഇവിടെ 6 - 3, ഇവിടെയാണെങ്കിലോ 5 - 3, ഇത് 4 - 3. ഇതിനെല്ലായിടും നമ്മൾ 3 മൈനസ് ചെയ്താൽ എഴുതുന്നത് അല്ലേ. 6-ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 3 എന്ന് കിട്ടും. ഇനി ഇവിടെ ട്രയാങ്കിൾ കിട്ടുന്നത് എങ്ങനെയാണ്? ലൈൻ എത്രയാണോ അതിനോട് എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്യുക അല്ലേ. ഇവിടെ 2 ആണെങ്കിൽ 2നോട് 1 ആഡ് ചെയ്യുക. ഇവിടെ 3 ആണെങ്കിൽ 3നോട് 1 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ എത്ര സൈഡ് തന്നിരുന്നാലും നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ 7ഉം 8ഉം ആണെങ്കിൽ എങ്ങനെ എഴുതും? 7-ൽ നിന്ന് 3 മൈനസ് ചെയ്യുക അല്ലേ. 7-ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ 4 ലൈനുകൾ വരയ്ക്കാൻ പറ്റും. ഇനി എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും? ഈ 4നോടൊപ്പം 1 ആഡ് ചെയ്യുക. അപ്പോൾ 5 ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. 8 വശങ്ങളാണെങ്കിലോ 8 വശങ്ങളുള്ള രൂപമാണെങ്കിൽ 3 മൈനസ് ചെയ്യുക. നമുക്ക് 5 ലൈൻ അകത്ത് വരയ്ക്കാൻ പറ്റും. എത്ര ട്രയാങ്കിൾ നമുക്ക് കിട്ടും? 1 ആഡ് ചെയ്യുക. 6 ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള രൂപങ്ങളെ നമ്മൾ ക്ലോസ്ഡ് ഫിഗറുകളെ നമ്മൾ പോളിഗൺസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. മലയാളത്തിൽ ബഹുഭുജങ്ങളെന്നും
പോളിഗൺ എന്നും വിളിക്കും. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ? ലെറ്റർ മാത്ത് അല്ലേ, അക്ഷരക്കണക്ക്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ലെറ്റർ ഉപയോഗിച്ച് എഴുതിയാലോ, അക്ഷരങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിച്ചാൽ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഇവിടുത്തെ ഒരു റിലേഷൻ നോക്കിക്കേ, നമ്പർ ഓഫ് സൈഡ്സ് അല്ലേ, ഇത് വശങ്ങളുടെ എണ്ണമാണ്. ഇത് അതിനകത്ത് വരച്ച വരകളുടെ എണ്ണം. ഇതെന്താണ്? ട്രയാങ്കിളിൻ്റെ എണ്ണം. അപ്പോൾ ഇവിടെ നമുക്കൊരു റിലേഷൻ നമുക്ക് എങ്ങനെ ബന്ധം പറയാം? നമ്പർ ഓഫ് സൈഡ്സിൽ നിന്ന് 3 കുറയ്ക്കുമ്പോഴാണ്, ഞാൻ എഴുതാം, നമ്പർ ഓഫ് സൈഡ്സ് അല്ലേ, നമ്പർ ഓഫ് സൈഡ്സിൽ നിന്ന് നമ്മൾ 3 മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? നമ്പർ ഓഫ് ലൈൻസ് കിട്ടിയത്. അതിനകത്തുള്ള ലൈനുകളുടെ എണ്ണം കിട്ടിയത് അല്ലേ, നമ്പർ ഓഫ് ലൈൻസ് കിട്ടിയത്. വശങ്ങളുടെ നമ്പർ ഓഫ് സൈഡ്സിൽ നിന്ന് 3 മൈനസ് ചെയ്തപ്പോഴാണ് നമ്പർ ഓഫ് ലൈൻസ് കിട്ടിയത്. അതുപോലെ പിന്നെ നമുക്ക് നമ്പർ ഓഫ് ട്രയാങ്കിൾ എങ്ങനെ കിട്ടി? നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കിട്ടിയത് എങ്ങനെയാണ്? ലൈനിനോടൊപ്പം നമ്മൾ എന്ത് കൂട്ടി? 1 ആഡ് ചെയ്തു അല്ലേ. നമ്പർ ഓഫ് ലൈൻസിനോടൊപ്പം നമ്മൾ എന്ത് ആഡ് ചെയ്തു? 1 ആഡ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കിട്ടിയത്. പല രീതിയിലും പറയാം. ഇപ്പോൾ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 2 ആണ് അല്ലേ. സൈഡുകളുടെ എണ്ണവും ട്രയാങ്കിളുടെ എണ്ണവും കൂടെ ബന്ധപ്പെടുത്തി പറഞ്ഞേ. സൈഡ് 4 ആണെങ്കിൽ ട്രയാങ്കിൾ 2 ആണ്. അതായത് 4ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 2 കിട്ടും. പക്ഷേ ഇവിടെ 5 ആകുമ്പോൾ ഇവിടെ എത്രയാണ്? 3 ആണ്. അതായത് 5ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 3 കിട്ടും. അതായത് വശങ്ങളുടെ എണ്ണം അറിയാമെങ്കിൽ ട്രയാങ്കിളുടെ എണ്ണം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വശങ്ങളുടെ എണ്ണം വെച്ച് പറഞ്ഞേ. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഈക്വൽസ് നമ്പർ ഓഫ് സൈഡ്സിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? 2 മൈനസ് ചെയ്യുക അല്ലേ. നമ്പർ ഓഫ് സൈഡ്സ് മൈനസ് 2. ഇതിപ്പോൾ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ലെറ്ററുകൾ ഉപയോഗിച്ച് സൂചിപ്പിച്ചാലോ? നമ്പർ ഓഫ് സൈഡ്സിന് പകരം എസ് എന്ന് സൂചിപ്പിക്കുക. എന്താ? എസ്. കണ്ടോ? സൈഡ്സിന് പകരം എസ് മൈനസ് 3. അതുപോലെ നമുക്ക് എഴുതാം എസ് മൈനസ് 3. നമ്പർ ഓഫ് ലൈൻസിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? എല്ലെന്ന് കൊടുക്കുക. ലൈനിൻ്റെ ലെറ്റർ ആയിട്ടുള്ള എല്ലെന്ന് കൊടുക്കുക. ഇനി അടുത്ത ബന്ധം നമുക്ക് അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതിയാലോ? നമ്പർ ഓഫ് ട്രയാങ്കിൾസിന് ഞാൻ ടി എന്ന ലെറ്റർ ഉപയോഗിച്ചു. നമ്പർ ഓഫ് ലൈൻസിന് എൽ പ്ലസ് 1. കണ്ടോ? അടുത്തൊരു റിലേഷൻ ബന്ധം കിട്ടിയില്ലേ? അടുത്ത് നോക്കൂ, നമ്പർ ഓഫ് ട്രയാങ്കിൾസിന് ടി എന്ന് കൊടുക്കുക ഈക്വൽസ് നമ്പർ ഓഫ് സൈഡ്സിന് എസ് മൈനസ് 2. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ 3 ബന്ധങ്ങൾ കണ്ടോ? നമ്മൾ എന്തുപയോഗിച്ചാണ് സൂചിപ്പിച്ചത്? അക്ഷരങ്ങൾ ഉപയോഗിച്ചല്ലേ, ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ എഴുതാനാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. നമുക്ക് പേജ് നമ്പർ 165 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരുന്നത്? ദ പിക്ചർ ബിലോ ഷോസ് എ ലൈൻ ഡ്രോൺ ഫ്രം എ പോയിന്റ് ഓൺ അനദർ ലൈൻ. ഒരു വരയിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു വര വരച്ച ചിത്രങ്ങളാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ. അതിൽ ഒന്നാമത്തെ പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ വാട്ട് ഓൾവേസ് വി ക്യാൻ സേ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾസ് മാർക്ക്ഡ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓഫ് ദ ടോപ്പ് ലൈൻ. ചിത്രത്തിൽ ചരിഞ്ഞ വരയുടെ ഇടതും വലതും കോണുകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയെല്ലാം പറയാം? നമ്മൾ പഠിച്ചല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈനിൽ മറ്റൊരു ലൈൻ വന്ന് വീഴുമ്പോൾ അവിടെ 2 ആംഗിൾസ്, 2 കോണുകൾ ഉണ്ടാകുന്നില്ലേ? ഈ കോണുകളുടെ പ്രത്യേകത എന്താണ്? ഇവർ ലീനിയർ പെയറാണ്, രേഖീയ ജോഡികളാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ലെഫ്റ്റിലുള്ള ആംഗിളിൻ്റെയും റൈറ്റിലുള്ള ആംഗിളിൻ്റെയും സം എത്രയായിരിക്കും? 180 ആയിരിക്കും അല്ലേ. ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്താലും കണ്ടോ, 90 ആഡ് ചെയ്യുമ്പം 180 ആണ്. ഇവിടെയും ഇവിടെ ആംഗിൾ തന്നിട്ടില്ല. എന്നിരുന്നാലും നമുക്കറിയാം, ഇങ്ങനെ 2 കോണുകൾ വരികയാണെങ്കിൽ, 2 ആംഗിൾസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സം എത്രയായിരിക്കും? 180 ആയിരിക്കത്തില്ലേ. അപ്പോൾ നമുക്ക് ആ റിലേഷൻ എങ്ങനെ എഴുതാം? ലെഫ്റ്റിലെ ആംഗിൾ നമുക്ക് ലെഫ്റ്റ് ആംഗിൾ എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ ആംഗിൾ ഓൺ ലെഫ്റ്റ് പ്ലസ് ആംഗിൾ ഓൺ റൈറ്റ് ഈക്വൽസ് എന്താണെന്ന് എഴുതാം? നമുക്ക് 180 എന്ന് എഴുതിക്കൂടെ? സം എത്രയാണ്? 180. ഇനി വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം? നമുക്ക് ലെഫ്റ്റിലെ ആംഗിളാണ് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആംഗിൾ ഓൺ ലെഫ്റ്റിലെ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്താ ചെയ്യുന്നത്? 180ൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യും? റൈറ്റിലെ ആംഗിൾ മൈനസ് ചെയ്തല്ലേ നോക്കുന്നത്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതാണല്ലേ. ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? 180ൽ നിന്ന് 40 മൈനസ് ചെയ്തല്ലേ എഴുതുന്നത്. അപ്പോൾ ആംഗിൾ ഓൺ ലെഫ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 180 മൈനസ് ആംഗിൾ ഓൺ
റൈറ്റ്. ഇനിയിപ്പോൾ റൈറ്റിലെ ആംഗിളാണ് നമുക്ക് വേണ്ടതെങ്കിലോ, ആംഗിൾ ഓൺ റൈറ്റിലെ ആംഗിളാണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് എഴുതും? 180 നിന്ന് നമ്മൾ എവിടുത്തെ ആംഗിൾ മൈനസ് ചെയ്യും? ലെഫ്റ്റിലെ ആംഗിൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. കണ്ടോ? അപ്പോൾ നമുക്ക് 3 രീതിയിൽ ഈ റിലേഷൻ എഴുതാൻ പറ്റിയില്ലേ? എന്തൊക്കെയാണ്? ആംഗിൾ ഓൺ ലെഫ്റ്റ് പ്ലസ് ആംഗിൾ ഓൺ റൈറ്റ് ഈക്വൽസ് എന്താണ്? 180. അതുപോലെ ആംഗിൾ ഓൺ ലെഫ്റ്റ് ആണ് കാണേണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 180 നിന്ന് ആംഗിൾ ഓൺ റൈറ്റ് മൈനസ് ചെയ്യുക. ആംഗിൾ ഓൺ റൈറ്റ് ആണ് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക? 180 നിന്ന് ആംഗിൾ ഓൺ ലെഫ്റ്റ് മൈനസ് ചെയ്യുക. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ എന്ത് ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഇഫ് വി ഡിനോട്ട് ദ മെഷർ ഓഫ് ദ ആംഗിൾ ഓൺ ദ ലെഫ്റ്റ് ബൈ എൽ ആൻഡ് ദ മെഷർ ഓഫ് ദ ആംഗിൾ ഓൺ ദ റൈറ്റ് ബൈ ആർ, then in what always can we write the relation between the numbers L and R? അതായത് നമ്മൾ ഇടതുവശത്തെ കോണിൻ്റെ അളവിനെ L എന്നും വലതുവശത്തെ കോണിൻ്റെ അളവിനെ R എന്നുമുള്ള അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിച്ചാൽ എല്ലും ആറും സംഖ്യകൾ തമ്മിലുള്ള മാറാത്ത ബന്ധം നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? നമുക്ക് അക്ഷരങ്ങൾ ഉപയോഗിച്ചത് എഴുതാനാണ് കേട്ടോ. അപ്പോൾ ആംഗിൾ ഓൺ ലെഫ്റ്റിനെ നമ്മൾ എന്തെന്ന് സൂചിപ്പിക്കുന്നു? എൽ. നമുക്ക് എന്ത് കൊടുക്കാം? പ്ലസ് കൊടുക്കാം. ആംഗിൾ ഓൺ റൈറ്റിനെ നമുക്ക് എന്തെന്ന് സൂചിപ്പിക്കാം? ആർ എന്ന് കൊടുക്കാം. ഈക്വൽസ് എത്രയാണ്? 180. ഒന്നുമില്ല, ഇക്വേഷൻ എന്താണോ അത് തന്നെയാണിത്. നമ്മൾ ഇത്രയും നീട്ടി വലിച്ചെഴുതാതെ എന്ത് വെച്ച് കൊടുക്കുന്നു? ഒരു ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ആംഗിൾ ഓൺ ലെഫ്റ്റിന് പകരം എൽ എന്ന് കൊടുക്കുന്നു. ഈ പ്ലസ് ചിഹ്നം അതുപോലെ ഇട്ടു. ആംഗിൾ ഓൺ റൈറ്റിന് പകരം ആർ എന്ന് കൊടുത്തു. ഈക്വൽ സൈൻ ഇട്ടു. 180 കഴിഞ്ഞല്ലോ. ഇനി ആംഗിൾ ഓൺ ലെഫ്റ്റിന് പകരം നമ്മൾ എൽ എന്ന് കൊടുക്കുക. അടുത്ത് എന്താ ഇവിടെ ഇട്ടിരിക്കുന്നത്? ഈക്വൽ സൈൻ ആണ്, അതുപോലെ കൊടുക്കുക. നമ്പർ 180 ആണ്. അടുത്തത് മൈനസ് ആണ്. ഇനി ആംഗിൾ ഓൺ റൈറ്റ് നമ്മൾ വലിച്ചു വാരി എഴുതാതെ എന്ത് കൊടുക്കുന്നു? റൈറ്റിന് പകരം എന്ത് കൊടുക്കുക? ആറെന്ന് കൊടുക്കുക. സിമ്പിൾ ആയില്ലേ? ഇക്വേഷൻ പോലെ ആയില്ലേ? അടുത്ത ആംഗിൾ ഓൺ റൈറ്റിന് പകരം നമ്മൾ ആറെന്ന് കൊടുക്കുന്നു. ഈക്വൽ സൈൻ അതുപോലെ കൊടുത്തു. 180 കൊടുക്കുക. മൈനസ് കൊടുത്തു. ആംഗിൾ ഓൺ ലെഫ്റ്റിന് എന്ത് കൊടുക്കുക? എൽ എന്ന് കൊടുക്കുക. കണ്ടോ? നമ്മൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റിലേഷൻസ് എഴുതിയല്ലോ. ഇനി മൂന്നാമത്തെ പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ഓൾ കേസസ് എൽ ആൻഡ് ആർ ബിറ്റ്വീൻ വാട്ട് നമ്പേഴ്സ്? എൽ ആർ എന്നീ സംഖ്യകൾ എപ്പോഴും ഏത് രണ്ട് സംഖ്യകൾക്കിടയിലായിരിക്കണം? നമുക്കറിയാം നമ്മുടെ 180 ആണ്. നമുക്ക് സമ്മ എത്രയാണ് വരേണ്ടത്? 180 ആണ് അല്ലേ? നമുക്ക് 180യിൽ കൂടാനും പാടില്ല, അതുപോലെ എന്താണ് 0യിൽ കുറയാനും പാടില്ല. നമ്മുടെ പ്രൊട്രാക്ടറിൽ വരുന്ന എത്ര മുതൽ എത്ര വരെയാണ്? 0യ്ക്കും 180ക്കും ഇടയിലല്ലേ? അപ്പോൾ ഈ എല്ലിൻ്റെയും ആറിൻ്റെയും വാല്യൂസ് വിലകൾ എപ്പോഴും ഏതിനും ഇടയിലായിരിക്കണം? 0 ആൻഡ് 180. 0നും 180 ഡിഗ്രിക്കും ഇടയിലായിട്ടായിരിക്കണം എന്ത് വരേണ്ടത്? വിലകൾ വരേണ്ടത്. എന്നാലേ നമുക്ക് ഈ ലീനിയർ പെയർ ഈ വാല്യൂസ് നമ്മൾ ചെയ്തിട്ടുള്ള കണക്കുകളിലെല്ലാം അങ്ങനെയല്ലേ? 180ൽ കൂടിയിട്ടുണ്ടോ? ഇല്ല. 0യിൽ കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അതിലൊരു എത്ര പാർട്ടുണ്ട്? ഒരു 5 പാർട്ട് ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പാർട്ട്, ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 40 cm is extended by 1 cm to make a larger square. By how much is the perimeter increased? 40 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിൻ്റെ ഓരോ വശവും 1 സെൻറ്റിമീറ്റർ വീതം നീട്ടി കുറേ കൂടി വലിയൊരു സമചതുരം ഉണ്ടാക്കി. വലിയ സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര കൂടി? അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നമുക്കൊരു എന്തുണ്ടായിരുന്നു? ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു. എന്താ സ്ക്വയർ? സമചതുരം അല്ലേ? 4 വശങ്ങളും തുല്യമായിട്ടുള്ളൊരു രൂപമാണെന്ത്? സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ക്വയറിന്, ഈ സമചതുരത്തിൻ്റെ ചുറ്റളവ് അതായത് പെരിമീറ്റർ എത്രയായിരുന്നു? 40 സെൻറ്റിമീറ്റർ ആയിരുന്നു പെരിമീറ്റർ. ഓക്കെ. ഇനി എന്ത് ചെയ്തു? ഈ 40 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഈ സ്ക്വയറില്ലേ, ഈ സമചതുരം അതിനെ കുറച്ചുകൂടി വലുതാക്കി. എങ്ങനെയാണ് വലുതാക്കിയതെന്നോ? അതിൻ്റെ 4 സൈഡിൽ നിന്നും എന്ത് കൂട്ടി? ഓരോ സെൻറ്റിമീറ്ററുകൾ വീതം കൂട്ടി അതിനെ കുറച്ചുകൂടി എന്താക്കി വെച്ചു? വലിയൊരു എന്താക്കി വെച്ചു? സ്ക്വയറാക്കി, സമചതുരമാക്കി വെച്ചു. അങ്ങനെയാണെങ്കിൽ വലിയ സമചതുരത്തിൻ്റെ ചുറ്റളവ് അതായത് പെരിമീറ്റർ എത്ര കൂടി എന്നാണ് കണക്കാക്കുന്നത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് പെരിമീറ്റർ കാണുന്നത് എങ്ങനെയാണ്? പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഒരു സൈഡ് അറിയാമെങ്കിൽ, 4 സൈഡും എന്താണ്? തുല്യമാണല്ലോ. നമുക്ക് ഒരു സൈഡ് അറിയാമെങ്കിൽ നമ്മൾ 4 വശങ്ങളും കൂടെ കൂട്ടുന്നതാണ് പെരിമീറ്റർ അല്ലേ? അതിനേക്കാളും എളുപ്പം എന്താണ്? 4 കൊണ്ട് എന്ത് ചെയ്യും നമ്മൾ? ഇൻറ്റു ചെയ്യും അല്ലേ? 4 ഇൻറ്റു 1 സൈഡാണ് എന്ത്? പെരിമീറ്റർ അല്ലേ? 4 ഇൻറ്റു ഒരു വശം ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
പെരിമീറ്റർ കിട്ടുമല്ലോ. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ ആദ്യം പറഞ്ഞിരുന്ന സമചതുരം അഥവാ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എത്രയെന്നാണ് തന്നിരുന്നത്? 40 എന്നല്ലേ തന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഈ പെരിമീറ്ററിന് പകരം എന്തെന്ന് കൊടുക്കുക? 40 എന്ന് കൊടുക്കുക. അപ്പോൾ 40 ഈക്വൽസ് നമുക്ക് എന്തെഴുതാം? 4 × 1 സൈഡെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 1 സൈഡ് നമുക്ക് ഈ ആദ്യം പറഞ്ഞിരുന്ന സമചതുരത്തിൻ്റെ ഒരു വശം കാണാൻ നമ്മൾ 40 എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ ഒരു വശം കിട്ടുമല്ലോ. എത്രയെന്ന് കിട്ടി? 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഈ സമചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ ഓരോ വശങ്ങളും എത്രയായിരുന്നു? 10 സെൻറ്റിമീറ്റർ ആയിരുന്നു. അങ്ങനെ ആയിരുന്നു. ഇനി എന്താ അവർ പറഞ്ഞിരുന്നത്? ഈ സ്ക്വയറിൻ്റെ ഓരോ വശങ്ങളും എത്ര കൂട്ടി? 1 സെൻറ്റിമീറ്റർ വീതം എന്ത് ചെയ്തു? കൂട്ടി. 1 സെൻറ്റിമീറ്റർ വീതം കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 10 ആയിരുന്നേ, ഈ സൈഡുകളെല്ലാം എത്രയാവും? അപ്പോൾ 11 11 11 വീതമാകത്തില്ലേ? അപ്പോൾ പുതിയ സ്ക്വയറിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? ന്യൂ ലെങ്ത്. പുതിയ ലെങ്ത് എത്രയാവും? 10 എന്നുള്ളത് എത്രയാവും? 11 ആവും. എന്തുകൊണ്ടാണ് 11 എഴുതിയത്? ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു എത്രയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാളും 1 സെൻറ്റിമീറ്റർ കൂട്ടി. 11 എങ്കിൽ പുതിയ പെരിമീറ്റർ എത്രയായിരിക്കും? പുതിയ ചുറ്റളവ് അതായത് വലുതാക്കിയ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 4 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കിയാൽ പോരെ. 4 × 11 44 ആയിരിക്കും എന്ത്? പെരിമീറ്റർ അല്ലേ? ന്യൂ പെരിമീറ്റർ എത്രയാണ്? 44. മനസ്സിലായപ്പോൾ ചെറുത് ഒന്ന് വലുതാക്കിയപ്പോൾ എന്ത് കൂടി? പെരിമീറ്റർ കൂടി. 40 എന്നുള്ളത് എത്രയായി? 44. അതായത് എത്രയാണ് കൂടിയത്? ഇൻക്രീസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു? ഹൗ മച്ച് ഈസ് ദ പെരിമീറ്റർ ഇൻക്രീസ്ഡ് എന്നാണ് അല്ലേ? എത്രയാണ് പെരിമീറ്റർ കൂടിയത്? എത്രയാണ് ചുറ്റളവ് കൂടിയത്? ചുറ്റളവ് കൂടിയത് എത്രയാണ്? 40 എത്രയായി? 44 എത്രയത്? ഇത് ആദ്യത്തേത് 40 ആയിരുന്നു അല്ലേ? ഇപ്പോൾ എത്രയായി? 44 ആയില്ലേ? അതായത് 4 കൂടി. 44 40 മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. എത്ര സെൻറ്റിമീറ്റർ കൂടി? 4 സെൻറ്റിമീറ്റർ എന്ത് കൂടി? ചുറ്റളവ് കൂടി അല്ലേ? പെരിമീറ്റർ കൂടി. നമുക്ക് കണക്ക് കൂട്ടാതെ തന്നെ അറിയാം അല്ലേ? ഇവിടെ 40 ആയിരുന്നു. ഓരോ വശവും ഓരോ സെൻറ്റിമീറ്റർ കൂട്ടുകയാണെങ്കിൽ എന്ത് കൂടും? 40 എന്നുള്ളത് എന്താവും? 44 ആവും. അപ്പോൾ എത്രയാണ് ഇൻക്രീസ് ആയത്? 4 സെൻറ്റിമീറ്റർ ആണ് ഇൻക്രീസ് ആയത്. പെരിമീറ്റർ അറിയാമെങ്കിൽ ഒരു വശം 1 സൈഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പെരിമീറ്ററിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? പെരിമീറ്ററിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ ഒരു സൈഡ് കിട്ടും. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്ന 60 സെൻറ്റിമീറ്റർ പെരിമീറ്ററുള്ള സ്ക്വയറിൻ്റെ 1 സൈഡ് നമുക്ക് 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ? ഇനി എന്താ പറയുന്നത്? അതിൻ്റെ ഓരോ വശങ്ങളും എത്ര സെൻറ്റിമീറ്റർ കൂട്ടി? 1 സെൻറ്റിമീറ്റർ കൂട്ടി അല്ലേ? അപ്പോൾ ന്യൂ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 15നോടൊപ്പം 1 കൂട്ടി എത്രയാവും? അത് 16 സെൻറ്റിമീറ്റർ ആവും അല്ലേ? 16 സെൻറ്റിമീറ്റർ. ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു, അതിൻ്റെ പെരിമീറ്റർ 60 ആയിരുന്നു. അതിൻ്റെ ഒരു സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി പുതിയതായിട്ട് എന്താ ചെയ്യുന്നത്? ഓരോ സൈഡും 1 സെൻറ്റിമീറ്റർ കൂട്ടി. അപ്പോൾ പുതിയ ലെങ്ത് 16 ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂ പെരിമീറ്റർ എത്രയായിരിക്കും? പുതിയ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ 16നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്ത് കൊടുത്താൽ പോരെ പെരിമീറ്റർ കണ്ടുപിടിക്കാനായി? ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 64 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. രണ്ടാമത്തെ പാർട്ട് ചോദിച്ചത് ആദ്യം നമ്മൾ ചെയ്തപ്പോൾ ഇൻക്രീസ് ഇൻ പെരിമീറ്റർ 4 എന്ന് കിട്ടി. അതുപോലെ തന്നെയാണോ എന്ന് അറിയാനാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ നമുക്ക് ഇൻക്രീസ് ഇൻ പെരിമീറ്റർ കണ്ടുപിടിക്കാം. ഇൻക്രീസ് ഇൻ പെരിമീറ്റർ ചുറ്റളവിലുള്ള വർധനവ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം 60 ആയിരുന്നു, ഇപ്പോൾ എത്രയായി? 64. 64 നിന്ന് എന്ത് മൈനസ് ചെയ്യുക? 60 മൈനസ് ചെയ്യുക. അതെ, 4 തന്നെയല്ലേ കൂടിയത്. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇഫ് ദ സൈഡ്സ് ഓഫ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 60 സെൻറ്റിമീറ്റർ ആർ എക്സ്റ്റെൻഡഡ് ലൈക്ക് ദിസ്, വാട്ട് വുഡ് ബി ദ പെരിമീറ്റർ ഓഫ് ദ ലാർജസ്റ്റ് സ്ക്വയർ? 60 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിൻ്റെ വശങ്ങൾ ഇതുപോലെ നീട്ടി ഉണ്ടാക്കുന്ന വലിയ സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര കൂടും? അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയത് 40 അല്ലായിരുന്നോ? ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 40ന് പകരം എന്തെടുക്കുകയാണെങ്കിൽ 60 എടുക്കുകയാണെങ്കിൽ, പെരിമീറ്റർ എത്രയാണെങ്കിൽ 60 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ 1 സെൻറ്റിമീറ്റർ വശങ്ങളുടെ എണ്ണം കൂട്ടിയാൽ എത്ര കൂടും എന്നാണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സ്ക്വയറിൻ്റെ പെരിമീറ്റർ 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഈസ് ദ ഡിഫറൻസ് ഇൻ പെരിമീറ്റേഴ്സ് ഓഫ് എനി സ്ക്വയർ ആൻഡ് ദ ലാർജസ്റ്റ് സ്ക്വയർ മെയ്ഡ് ബൈ എക്സ്റ്റെൻഡിങ് ഈച്ച് സൈഡ് ബൈ 1 സെൻറ്റിമീറ്റർ ദ സെയിം നമ്പർ ഓഫ് ഓൾ സ്ക്വയർ വൈ? ഏത് സമചതുരത്തിൻ്റെ ചുറ്റളവും വശങ്ങളെല്ലാം 1 സെൻറ്റിമീറ്റർ നീട്ടി ഉണ്ടാക്കുന്ന വലിയ സമചതുരത്തിൻ്റെ ചുറ്റളവും തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാണോ? എന്തുകൊണ്ട്? ഇപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കിയല്ലേ. ആദ്യം 40 ആയിരുന്നു, പുതിയത് എത്ര കിട്ടി? 44 കിട്ടി, 4 കൂടി. 60 ആയിരുന്നു,
64 കിട്ടി. എത്രയാണ് കൂടിയത്? പെരിമീറ്റർ 4 അല്ലേ പെരിമീറ്റർ കൂടിയത്. ഇതുപോലെ നമ്മൾ ഏതൊരു സ്ക്വയർ എടുത്ത് ഇങ്ങനെ ചെയ്താലും അതിൻ്റെ സൈഡുകൾ നമ്മൾ എത്ര സെൻറ്റിമീറ്റർ കൂട്ടുകയാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ കൂട്ടുകയാണെങ്കിൽ ഇതുപോലെ ഇൻക്രീസ് പെരിമീറ്ററിൽ ഉണ്ടാകുന്ന കൂടുതൽ 4 തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണല്ലോ? യെസ്. നമ്മൾ എന്ത് എഴുതും? ആൻസർ യെസ്. എന്തുകൊണ്ടാണ് യെസ് എന്ന് എഴുതാൻ കാരണം? ദിസ് ഈസ് ബിക്കോസ് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ബിക്കോസ് ഈച്ച് സൈഡ് ഇൻക്രീസസ് ബൈ 1 സെൻറ്റിമീറ്റർ അല്ലേ? ഓരോ സൈഡ് നമ്മൾ എത്ര വെച്ചാൽ കൂടുന്നത്? 1 സെൻറ്റിമീറ്റർ വെച്ചല്ലേ കൂട്ടുന്നത്. അപ്പോൾ സ്ക്വയറിന് 4 വശങ്ങളാണുള്ളത്, 4 വശങ്ങളും തുല്യവുമാണ്. അപ്പോൾ ഓരോ സൈഡും നമ്മൾ 1 സെൻറ്റിമീറ്റർ വെച്ച് കൂട്ടുമ്പോൾ മൊത്തത്തിൽ എത്ര കൂടുതലാണ് ഉണ്ടാകുന്നത്? 4 കൂടുതലല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ പെരിമീറ്റർ അത്രയേ ആയിക്കോട്ടെ, ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ, അതിൻ്റെ വശങ്ങൾ 1 സെൻറ്റിമീറ്ററാണ് കൂടുന്നതെങ്കിൽ പുതുതായി ഉണ്ടാക്കുന്ന സ്ക്വയറിൻ്റെ പെരിമീറ്റർ എത്ര തന്നെ കൂടും? 4 തന്നെ കൂടും. കാരണം എന്താണ്? ഓരോ സൈഡും എത്ര സെൻറ്റിമീറ്റർ വെച്ച് കൂടുന്നതുകൊണ്ടാണ്? 1 സെൻറ്റിമീറ്റർ വെച്ച് കൂടുന്നത് കൊണ്ടാണ്. 4ാമത്തെ സബ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈസ് ഇറ്റ് ഓൾസോ ട്രൂ ഫോർ റെക്റ്റാങ്കിൾസ് വിച്ച് ആർ നോട്ട് സ്ക്വയേഴ്സ്? സമചതുരമല്ലാത്ത ചതുരങ്ങൾക്കും ഇത് ശരിയാണോ? യെസ്, അതെ. സമചതുരമല്ലെങ്കിലും ഇതെന്ത് തന്നെയാണ്? ശരിയാണ്. അത് റെക്റ്റാങ്കിൾ ആയാലും സ്ക്വയർ ആയാലും ഈ ഒരു പ്രോപ്പർട്ടി അതിൽ വാല്യൂബിൾ, അത് എന്താണ്, ഓക്കെയാണ്, അത് വർക്ക് ചെയ്യും. ഇതുപോലെ തന്നെയാണ്. ഇനി 5ാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ ലാർജർ റെക്റ്റാങ്കിൾ ഈസ് ഡിനോട്ടഡ് ബൈ പി ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ഒറിജിനൽ സ്മോൾ റെക്റ്റാങ്കിൾ ഈസ് ഡിനോട്ടഡ് ബൈ എസ്, ഇൻ വാട്ട് ഓൾവേസ് വി ക്യാൻ റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദി 2 നമ്പേഴ്സ്? വലുതാക്കിയ ചതുരത്തിൻ്റെ ചുറ്റളവ് പി എന്നും ആദ്യത്തെ ചെറിയ ചതുരത്തിൻ്റെ ചുറ്റളവ് എസ് എന്നും എഴുതിയാൽ ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയെല്ലാം എഴുതാം? പറഞ്ഞിരുന്നേ പെരിമീറ്റർ ഓഫ് ലാർജ് റെക്റ്റാങ്കിൾ അല്ലേ? പെരിമീറ്റർ ഓഫ് ലാർജ് റെക്റ്റാങ്കിൾ, വലിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണെന്ന് എടുക്കുക? പി എന്നും, അതുപോലെ പെരിമീറ്റർ ഓഫ് സ്മോൾ റെക്റ്റാങ്കിൾ, ചെറിയ റെക്റ്റാങ്കിളിൻ്റെ, സ്ക്വയറിനും റെക്റ്റാങ്കിളിനും എല്ലാം ഇത് കറക്റ്റാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ നമ്മൾ എസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റിലേഷൻ എഴുതാമെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഒറിജിനൽ, അതായത് ആദ്യം ഉണ്ടായിരുന്ന റെക്റ്റാങ്കിളാണ് സ്മോൾ റെക്റ്റാങ്കിൾ അല്ലേ? അപ്പോൾ പെരിമീറ്റർ ഓഫ് സ്മോൾ റെക്റ്റാങ്കിളിനോടൊപ്പം എന്ത് ആഡ് ചെയ്തപ്പോൾ? 4 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? പെരിമീറ്റർ ഓഫ് ലാർജ് റെക്റ്റാങ്കിൾ അല്ലേ? 4 വീതമല്ലേ കൂടിയത്? ലാർജ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കിട്ടിയത്. ചെറുതിനോടൊപ്പം എന്ത് കൂട്ടിയപ്പോഴാണ്? 4 കൂട്ടിയപ്പോഴാണ് വലിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കിട്ടിയത്. നമുക്ക് ലെറ്റർ ഉപയോഗിച്ച് എഴുതാം. സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിനെ എന്തെന്ന് എടുക്കാൻ പറഞ്ഞേ? എസ് എന്നല്ലേ? എസ് പ്ലസ് 4 ഈക്വൽസ് എന്താണ്? പി. ഓക്കെ, ഒരു റിലേഷനാക്കി എഴുതി. ഇനി വേറൊരു രീതിയിൽ എങ്ങനെ പറയാം നമുക്ക്? വലിയ റെക്റ്റാങ്കിളിൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ചെറിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കിട്ടത്തില്ലേ? അല്ലേ? അതായത് വലിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ പി ആണ്, അതിൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ചെറിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ത് കിട്ടും ഇല്ലേ? അടുത്ത രീതിയിൽ എഴുതിയല്ലോ. ഇനി വേറൊരു രീതിയിൽ എങ്ങനെ പറയാം? ഈ വലിയ റെക്റ്റാങ്കിളും ചെറിയ റെക്റ്റാങ്കിളും തമ്മിലുള്ള പെരിമീറ്ററിൻ്റെ വ്യത്യാസം, ഡിഫറൻസ് എത്രയാണ്? 4 ആണല്ലേ? വലിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ പി ആണ്, ചെറിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എസ് ആണ്. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. കണ്ടോ? ഇതുപോലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റും.